ഷഹബാസ് വധക്കേസിലെ കുറ്റാരോപിതരുടെ SSLC ഫലം പുറത്തുവിടരുതെന്ന് ഷഹബാസിന്റെ പിതാവ് തടഞ്ഞുവെച്ച ഇവരുടെ പരീക്ഷാഫലം പുറത്തുവിടണമെന്ന് ബാലാവകാശ കമ്മീഷൻ ഉത്തരവിറക്കിയിരുന്നു. അവിടെയും കുറ്റാരോപിതർ. ഇതിനു മുൻപും വീഡിയോ ഇട്ട സമയത്തൊക്കെ ഞാൻ പറഞ്ഞതാണ്, കുറ്റാരോപിതർ എന്ന് എന്തുകൊണ്ടാണ് അവന്മാരെ വിളിക്കുന്നത്? കുറ്റം ചെയ്തു എന്ന് പൂർണ്ണമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തെളിഞ്ഞിട്ടും അവന്മാർ കുറ്റാരോപിതരാണ്. അപ്പൊ ഷഹബാസ് ആണോ ശരിക്കും കുറ്റക്കാരൻ? ഇതിൽ ആരാണ് കുറ്റക്കാരൻ? മാധ്യമങ്ങൾ വെറും മാമാപ്പണി ചെയ്യരുത്, PR വർക്ക് ചെയ്യരുത്. നിങ്ങൾക്ക് അവൻ്റെ തന്തയും തള്ളയും പേടിയുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മിണ്ടാതൊരു സൈഡിൽ ഇരുന്നോണം. അല്ലാതെ കുറ്റാരോപിതർ എന്ന് പറഞ്ഞുകൊണ്ട് ഡയലോഗ് അടിച്ചുകൊണ്ട് വരരുത്. കുറ്റാരോപിതരല്ല, അവന്മാർ കുറ്റം ചെയ്തവന്മാർ തന്നെയാണ്. ആ കുറ്റം ചെയ്തവന്മാർ തക്കതായ ശിക്ഷ അനുഭവിക്കണം. അതിന് നിങ്ങൾ പറയുന്നതിന് എന്താണ് ഇത്ര ബുദ്ധിമുട്ട്? പലപ്പോഴും മാധ്യമങ്ങളുടെ പരിപാടി കണ്ടിട്ടുണ്ട്. ആരെങ്കിലും എന്തെങ്കിലും ചെറിയൊരു കാര്യം ചെയ്ത ഉടനെ അവനെ കുറ്റക്കാരനാക്കും, അവനെ പ്രതി ചേർക്കും. അവൻ പിന്നെ കുറ്റവാളി അല്ലെങ്കിൽ പ്രതി എന്നുള്ള പേരിലേക്കായിരിക്കും അവനെ അഭിസംബോധന ചെയ്യുന്നത്. എന്തുകൊണ്ട് ഈ ഷഹബാസിനെ കൊന്നവന്മാർക്കെതിരെ നിങ്ങൾക്ക് ഇതുപോലെ പറഞ്ഞുകൂടാ? പേടിയാണോ നിങ്ങൾക്ക്? ആ പേടി തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഈ രീതിയിൽ കുറ്റാരോപിതർ എന്ന് പറയുന്നത്. വളരെ കെയറിങ് കൊടുത്ത് എന്തോ സ്വന്തം മക്കളെ പോലെ പരിഗണിച്ചുകൊണ്ടാണ്